അസ്സലാമലൈക്കും. റംലാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് റംലാസ് കിച്ചൺ ചെറിയ ഒരു വീഡിയോ ആണ് കേട്ടോ, അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഓടിച്ചിട്ട് തന്നെ കണ്ടു നോക്കാം. അതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് തരണം, സപ്പോർട്ട് തരണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ഇന്ന് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി മുളകറിയാണ് കേട്ടോ. നമ്മൾ ഏതോ ഒരു ഫിലിമിൽ പറഞ്ഞതുപോലെ നെത്തോലി ഒരു ചെറിയ മീനല്ല എന്ന് പറഞ്ഞ പോലെ ആ നെത്തോലിയും കൊണ്ടാണ് ഞാൻ കറി ഉണ്ടാക്കിയത്. പച്ചമാങ്ങ ചേർത്തുള്ള മുളകറിയാണ്. എന്നാൽ ശരി, വീഡിയോ കണ്ടാലോ. നമുക്കതിന് വേണ്ടി ഒരു മിക്സി എടുക്കാം. മിക്സിൻ്റെ ജാറിലേക്ക് ഞാനൊരു ചെറിയ തക്കാളി ചേർത്ത് കൊടുത്ത് അതിലേക്ക് ഞാനൊരു ചെറിയ 2-3 വെളുത്തുള്ളിൻ്റെ അല്ലിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വലിയ വെളുത്തുള്ളിയാണെങ്കിൽ 2 മതി. കൂടുതൽ അരഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മണം വരും. പിന്നെ ഞാൻ അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം മല്ലി, മുളക്, മഞ്ഞളെല്ലാം കൂടി പൊടിച്ച മുളക് പൊടിയാണ്, അതും ചേർത്ത് കൊടുത്ത് പിന്നെ അതിലേക്ക് കുറച്ചും കൂടി മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂണോളം നമ്മളെ മഞ്ഞൾപ്പൊടിയും ഇതൊക്കെ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളവും ചേർത്തിട്ട് നല്ലതുപോലെ കട്ടിയിൽ അരച്ചിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. നല്ലതുപോലെ തക്കാളിയൊക്കെ അരയുന്ന രൂപത്തിൽ അരഞ്ഞു കൊണ്ടുവരണം. നല്ലതുപോലെ അരഞ്ഞ് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങണം. നമ്മളിതെന്തിനാണ് ഇങ്ങനെ അരക്കുന്ന പറഞ്ഞാൽ തക്കാളിയൊക്കെ ഇട്ട് അരച്ച് കഴിഞ്ഞാൽ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും. അതേപോലെ എന്താ പറയുക, നല്ല ടേസ്റ്റാണ്. ഇതേപോലെ ചെറിയ ചെറിയ മീനൊക്കെ കറി ഉണ്ടാക്കുമ്പോൾ ഞാൻ അതിന് വേണ്ടി ഒരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കറി ഉണ്ടാക്കാൻ. അത് ചൂടായി വരുമ്പം അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് പിന്നെ 1/2 ടീസ്പൂണ് കടുക്, 1/2 ടീസ്പൂണ് ഉലുവ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് പൊട്ടിച്ചെടുക്കണം. നല്ലതുപോലെ മൂത്ത് വരുമ്പം പിന്നെ ഞാൻ അതിലേക്ക് ചെറിയ ഒരു ഉള്ളിയാണ്, അത്ര മതി. ചെറിയ എല്ലാം കുറച്ച് മതി, നമ്മൾക്ക് കൂടുതലൊന്നും വേണ്ട. എല്ലാം കുറച്ച് നമ്മൾ കരുതുന്നത് സാധനങ്ങൾ കൂടുതലിടുമ്പോൾ ടേസ്റ്റ് കിട്ടുന്ന ഒരിക്കലുമില്ല. സാധനങ്ങൾ കുറച്ചിടുമ്പോഴാണ് എല്ലാത്തിനും ടേസ്റ്റ് ഉണ്ടാവുക. നമ്മൾ അങ്ങനെയാണ് നമ്മൾ എല്ലാത്തിനും നോക്കേണ്ടത്. ഇനി അതിലേക്ക് 2 പച്ചമുളകും 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഞങ്ങൾ മുറ്റത്ത് തന്നെ കിട്ടിയതാണ് കേട്ടോ. ഞങ്ങൾ മാവിൽ തന്നെ പറിച്ച മാങ്ങയാണ്. 1 മാങ്ങ, വലിയ മാങ്ങയാണ്, അതും ചേർത്ത് കൊടുത്ത് പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ അരച്ച മുളകും ചേർത്ത് കൊടുത്ത്. എന്തിനാണ് ഇത്രയും വലിങ്ങനെ മാങ്ങയിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട. അത് വെന്ത് കഴിഞ്ഞാൽ അത് എടുത്ത് തിന്നാൻ നല്ല ടേസ്റ്റാണ്. ആ മാങ്ങയും ചോറൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചേർത്തത്. അപ്പം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മുളകുകളൊക്കെ ചേർത്തിട്ട് അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുക്കാം. വെള്ളവും ചേർത്ത് എല്ലാം കൂടി നല്ലതുപോലെ മിക്സാക്കി ഉപ്പൊക്കെ ചേർത്ത് മിക്സാക്കിയ ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിക്കാം. നമ്മളെ മാങ്ങയും മുളകൊക്കെ നല്ലതുപോലെ വെന്ത് വരണം. ഇതൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താക്കുന്നത്, നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എല്ലാം സൈഡൊക്കെ നല്ല മുളകൊക്കെ തിളച്ചിട്ട് സൈഡൊക്കെ പിടിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ അരച്ച മുളകായത് കൊണ്ട് തന്നെ നല്ല കട്ടി ഉണ്ടാവും. അതൊക്കെ ഒന്ന് കയ്യിലൊക്കെ കൊണ്ട് എല്ലാ ഭാഗവും ഇതായതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളെ കഴുകി വൃത്തിയാക്കി വെച്ച നമ്മളെ നെത്തോലിയാണ്. ആ മീനും ചേർത്ത് കൊടുത്ത് എല്ലാം തന്നെ നല്ലതുപോലെ അതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കയ്യിലിട്ടൊന്നും ഇളക്കണ്ട കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ മീനിട്ടിട്ട് അധികം അതിനുള്ളത് സർക്കസ് കളിക്കണ്ട. കയ്യിലൊക്കെ ഇട്ടിട്ട് പിന്നെ മീൻ്റെതായ വാട്ടിനങ്ങ് പോകും. പിന്നെ നമുക്ക് കഴിക്കാനൊന്നും കിട്ടില്ല. അപ്പോൾ ഇതേപോലെ ഒന്ന് കുലുക്കി കൊടുത്താൽ മതി. ഇതേപോലെ ഒന്ന് ഇങ്ങനെ കറക്കി കുത്തിക്കഴിഞ്ഞാൽ നമ്മളെ കറി ഒന്ന് ഇങ്ങനെ അധികം മൂടി വെക്കണ്ട. മുളകൊക്കെ മേലോട്ടേക്ക് പൊങ്ങി വരും. ഇപ്പോൾ കുറച്ചൊക്കെ നമ്മളെ കറിയൊക്കെ ഇങ്ങനെ തിളച്ച് വന്ന് നല്ല എണ്ണയൊക്കെ മേലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി സൈഡൊക്കെ ഇങ്ങനെ ഒന്ന് ലെവലാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കണ്ടേ. ഉപ്പും പുളിയില്ലാതെ എന്ത് കറി. അപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിരുന്നു എൻ്റെ കറിക്ക്. ആ ഉപ്പും ചേർത്ത് കൊടുത്ത് നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ പറയേണ്ടത്, നമ്മളെ ആ പഴയതുപോലത്തെ നമ്മളെ കറിവേപ്പിലൊക്കെ അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ അതൊന്ന് ഓഫാക്കി വെക്കണം. ഓഫാക്കി വെച്ച് കഴിഞ്ഞാൽ തളയെന്ന് ഇങ്ങനെ ഇടങ്ങണ്ട. അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ പച്ച വെളിച്ചെണ്ണയും കൂടി കുറച്ചൊന്ന് ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെക്കാം. ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടില്ല, ഇതിൽ തന്നെ വെച്ചിട്ടാണ് ഉണ്ടായത്. നമ്മൾ ഈ മീൻ അപ്പുറം ഇപ്പുറം മാറ്റുമ്പം നമ്മളെ മീനൊക്കെ ഉടഞ്ഞു പോകും. അതുകൊണ്ട് ഇതേപോലെ നമ്മൾ ഓഫാക്കിയിട്ടൊക്കെ വെച്ച് കുറച്ച് നേരമായി. ഇനി നമുക്ക് ചോറ് കഴിക്കണമെങ്കിൽ ഞാൻ ഇതിൽ തന്നെ എടുത്തിട്ട് കഴിക്കും. എന്നാൽ ശരി, നമ്മളെ നെത്തോലി മുളകറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയാം. എല്ലാവരും ലൈക്ക് തരണേ, സപ്പോർട്ട് തരണേ. അസ്സലാമലൈക്കും. വീണ്ടും കാണാം. താങ്ക് യു.